ഫാബ്രിക് പറയുകയാണെങ്കിൽ ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതല്ല ചേർച്ച് വെയർ ആയിട്ടും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ബോഡി കംപ്ലീറ്റ് നല്ലൊരു ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസിലുള്ള പാറ്റേണിലാണ് ആ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഫുൾ സാരി വിത്ത് സ്കാലപ്പ് ബോർഡർ, സിമ്പിൾ ബോർഡർ വരുന്നത്. ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരും സാരി. ആ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. അപ്പോൾ പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോഡിയും മുന്താണിയെല്ലാം കംപ്ലീറ്റ് അതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു വർക്കാണ് സാരി വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, ഒരു ക്ലോസറിൽ വരാം കേട്ടോ. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാനല്ല, വൈറ്റും ഓഫ് വൈറ്റും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് സാരി വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ വർക്ക് വരുന്നത് സാരിയിൽ. ഒരു ഗോൾഡൻ ത്രെഡും ഓഫ് വൈറ്റ് ത്രെഡും വെച്ചിട്ടുള്ള നല്ലൊരു അബ്സ്ട്രാക്ട് ഡിസൈൻസിലായിരിക്കും ഫുൾ സാരിയിലും ആ ഒരു വർക്ക് വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലാണ് സ്കാലപ്പ് ആ ഒരു ബോർഡർ വരുന്നത് സാരിയിൽ. ബോഡി കംപ്ലീറ്റ് ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും വർക്ക് വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് നല്ല പാറ്റേണിൽ ഫുൾ വർക്കിൽ ആ ഒരു ബോർഡറിൽ വരുമ്പോൾ നല്ലൊരു ഡിസൈനിലാണ് സാരിയുടെ ഒരു ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. പീച്ചിലും അതേ സ്റ്റൈലിൽ തന്നെ ഓർഗൻസ ഫാബ്രിക് സെയിം വർക്ക് തന്നെയായിരിക്കും സാരി വരുന്നത് വിത്ത് സ്കാലപ്പ് ബോർഡർ. മുന്താണി സെയിം പാറ്റേൺ. ബ്ലൗസ് വരുന്ന ഈ ഒരു പാറ്റേണിലായിരിക്കും. ബ്ലൗസിൽ ഫുൾ അതേ ആ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ബുട്ടി വർക്ക് വന്നിട്ട് ഇതായിരിക്കും കേട്ടോ. വർക്കിന്റെ ആ ഒരു സ്ലീവിൽ വരുമ്പം ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം ബ്ലൗസ്. ബോഡിയിൽ ഈ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിന്റെ സ്ലീവ് ഇങ്ങനെ വരും. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ്, അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു വർക്കും വരുന്നത് സാരിയിൽ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്നത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ കളർ. മുന്താണി ഫുൾ അതേ വർക്കിൽ തന്നെ വന്നിട്ട് ഫുൾ വർക്കിലാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ആ ഒരു ബുട്ടി വർക്കും ബ്ലൗസിന്റെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് എല്ലാ സാരിക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. എല്ലാ സാരീസും നല്ല സോഫ്റ്റ് പേസ്റ്റൽ കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന നല്ലൊരു പേസ്റ്റൽ ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ വർക്ക് എല്ലാം സെയിം പാറ്റേൺ. ഗോൾഡൻ ആൻഡ് ഒരു ഓഫ് വൈറ്റ് പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരുന്നുണ്ട്. സ്കാലപ്പ് ബോർഡർ സെയിം പാറ്റേണിൽ തന്നെ അത് ഒരു ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരി. നെക്സ്റ്റ് കളർ പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരുന്നത്. പേൾ ക്രീമിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആ വർക്ക് വരുന്നത്. സ്കാലപ്പ് ബോർഡർ, പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പിസ്ത ഗ്രീൻ. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. എല്ലാ സാരീസും ഒരേ വർക്ക് തന്നെയായിരിക്കും. ഫുൾ ബോഡി, ബ്ലൗസ്. ബ്ലൗസിലും ആ ബുട്ടി വർക്കും ബോർഡറിൽ വരുമ്പോൾ സെയിം അതേ ആ ഒരു വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നല്ല സോഫ്റ്റ് പേസ്റ്റൽ കളേഴ്സിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. ഓർഗൻസ ആയിരുന്നു സാരിയുടെ ഫാബ്രിക്. ലാസ്റ്റ് സാരിയാണ്. ഇത് വരുന്ന ഒരു പീച്ചിഷ് പിങ്ക് ആണ്. ഒരു ലൈറ്റ് ടിൻറ്റഡ് പീച്ചും ടിൻറ്റഡ് പിങ്കും കൂടിയുള്ള ഒരു ബ്ലെൻഡഡ് ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് കളറിൽ സെയിം സ്റ്റൈൽ വർക്ക്, റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്.